കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം എന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകവേ, ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകവേ, കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകവേ, അമ്മ നൽകുമുമ്മ പോലെ അമൃതമാകവേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകവേ, ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം എന്നും വാഴ്ത്തിടാം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീയൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയും കുമുറുക്കുമിടയിലെ പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ, മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ, എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ. തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ, രുചികൾ പടരും മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ. Nini sa sa sa, sari ni sa sa sa. ని సరే రే మామ పాప నిద బమ పని సరే Ni sari ni da pari da pamagari maga sa ni sa. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ, കനിവായി പൊഴിഞ്ഞു താമണിപ്പേലിയൊന്നു നീയരികേ. ഏഴില്ലം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയൂ. മാപ്പ
നീ നീ സനി സാസ നിസരി നീതമ പനി സനി സാ. നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും. ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെൻ അഴകേ. പെരുമൂച്ചിനെ നീ കുളിർ കായ വേണ്ടും മദനാ മദനാ മദനാ. എൻ പൂവയ്ക്കും தேவைக்கும் சேவைக்கும் நீ வேண்டும் மின்சார கணா. தத்தக்கிட்ட தாக்கிடதக தத்தின்ன ததிக்கிடக தோங்கு ததிக்கிடக தோங்கு ததிக்கிடக പൂവേ മണമെത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവെള്ളിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മഞ്ഞിലകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നിൻ നെഞ്ചിൽ പോയി. പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി പോവാം നിൻ കാതിൽ പ്രണയമനോരഥമേറാമിന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടിച്ചിന്തല്ല തിരുമൊരു മിണ്ടാ പെണ്ണല്ല പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ കവിതയായി മാറി ഞാൻ തേനഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം
ബാല്യം ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കിക്കരഞ്ഞു അവൾ മുഖമൊന്നുയർത്താതെ നിന്നു പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കിക്കരഞ്ഞു അവൾ പാതിമയക്കത്തിൽ നിന്നു ഒരു കാറ്റുമേതലോടെ അറിയാതെ പാട്ടുമൂളി ഒരു കാറ്റുമേതലോടെ അറിയാതെ പാട്ടുമൂളി അതിലലിയാത്ത വേലോർമ്മയിൻ ബാല്യം കളിവാക്കു ചൊല്ലിയ കളിക്കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു അതിൻ സുഖമുള്ള നോവും മറന്നു നുണ പറഞ്ഞെപ്പോഴോ ഞാറപ്പഴം തിന്ന് തുടിയും നിലാവും മറന്നു കാവിൽ കിളിയും കിനാവും മയങ്ങി നിറവാർന്ന സന്ധ്യ മാഞ്ഞു മഴയുള്ള രാത്രി പോയി നിറവാർന്ന സന്ധ്യ മാഞ്ഞു മഴയുള്ള രാത്രി പോയി അതിലലിയാത്ത മഴയോർമ്മയിൻ ബാല്യം
ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച കോംസോൺ 2019 നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം ഒട്ടും തന്നെ പുറകിലല്ല എന്ന് തെളിയിച്ചു. ശാസ്ത്രോത്സവത്തിൽ കൊമേഴ്സ് വിഭാഗത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ CHSS ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ പറയും കോംസോൺ 2019. കാരണം കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രോത്സവത്തിൽ മത്സര തന്നെയില്ല. എന്നാൽ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കൊമേഴ്സ് വിദ്യാർത്ഥികളും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ വാശിയോടുകൂടി തന്നെയാണ് ഇതിനെ കണ്ടത്. അധ്യാപകരുടെ സപ്പോർട്ടും വിദ്യാർത്ഥികളുടെ കഴിവുകൾ കൂടിയായപ്പോൾ കോംസോൺ 2019 ഒരു വൻ വിജയവും നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ് വിഭാഗത്തിന് ഒരു അഭിമാന മുഹൂർത്തം കൂടിയാവുകയും ചെയ്തു. പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കൂടി തങ്ങളുടെ മികവ് പുലർത്തുന്നതിനുള്ള വേദിയായി മാറി കോംസോൺ 2019. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ്. +2 കൊമേഴ്സിലാണ് ഞാൻ പഠിക്കുന്നത്. കോവിഡ് കാരണം നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും പ്രശസ്തയും എല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കോവിഡ് കുറയുമ്പോൾ നമുക്ക് ക്ലാസ് അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CHSS-നെ കുറിച്ച് പറയുകയാണെങ്കിൽ പഠനത്തിനപ്പുറം ഒരു വലിയൊരു ജീവിതമാണ് നമുക്ക് CHSS നൽകുന്നത്. ഒന്നുമല്ല, ഇതിന് കാരണം മറ്റൊന്നുമല്ല, CHSS-ലെ അധ്യാപകരാണ്. പഠനത്തിനുമപ്പുറം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം. ഞാൻ CHSS-ലെ ദഫ് ടീമിലെ അംഗമാണ്. മാപ്പിളകലയിൽ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു വിഭാഗമാണ് ദഫ്മുട്ട്. സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും അധികം കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു വിഭാഗമാണ് ദഫ്മുട്ട്. എന്നാൽ തുടർച്ചയായി സംസ്ഥാന കലോത്സവങ്ങളിൽ 1ാം സ്ഥാനത്താണ് CHSS-ന്റെ ദഫ് ടീം മുന്നേറുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, CHSS-ന്റെ ദഫ് ട്രെയിനറാണ്. മിൻഷാദ് കെയാണ് നമ്മുടെ ദഫ് ട്രെയിനർ. കേരളത്തിൽ ഏകദേശം 1000-ഓളം ശിഷ്യന്മാരുള്ള മിൻഷാദ് കെയെ CHSS-ന്റെ ദഫ് ട്രെയിനറായി കിട്ടിയത് വളരെ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. CHSS-ലെ ദഫ് ടീമിൻ്റെ 2019 സംസ്ഥാന കലോത്സവത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് കാണാം. നാക്കിലെ പപ്പനിക്കുതരിൻ പുതിയ തുടയനിക്കുതരിൻ കൈതോല പാലെനിക്കുതരിൻ തിരി ചേലെനിക്കുതരിൻ പുതരി അംഗമെനിക്കുതരിൻ
வந்தாச்சு பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய் சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய் வாக்கு வெத்தல மாத்தி முடிச்சு போய் ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്ന പ്രദീപ്, ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 2018-20 കൊമേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പ്ലസ് വണ്ണിലേക്ക് ചന്ദ്രാപിനി സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കൗതുകത്തോടു കൂടിയും അതുപോലെ തന്നെ ചെറിയ പേടിയോടുകൂടിയും തന്നെയാണ് വന്നത്. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ പേടിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറും പോലും ചന്ദ്രാപിനി സ്കൂളിൽ ഇല്ലയെന്ന്. കാരണം ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും വളരെ സ്റ്റുഡൻസ് ബാക്കി എല്ലാവരും അത് നോൺ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ വളരെയധികം എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോടൊപ്പം നിന്നിരുന്നത്. അതുപോലെ കലോത്സവത്തിലായാലും അതുപോലെ തന്നെ പഠിപ്പിലായാലും അതുപോലെ തന്നെ സെലിബ്രേഷൻസിലായാലും നോക്കുകയാണെങ്കിൽ ചന്ദ്രാപിനി സ്കൂൾ വളരെയധികം എന്താ പറയുക മെയിലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഓരോ സന്തോഷകരമായ നിമിഷങ്ങൾ ഞങ്ങൾ വളരെ കളർഫുള്ളായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് പറയാം പ്ലസ് ടു ലൈഫ്. കലോത്സവത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്ലസ് ടു നിന്ന് തിരുവാതിരയ്ക്ക് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറ്റി. ടീച്ചേഴ്സിൻ്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു, മാഷിമാരായാലും വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ലൊരു റിസൾട്ട് ഫുൾ A+ കൂടി, അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത എനിക്ക് ഏറ്റവും നല്ല ഒരു പെർസെൻറ്റേജ് 97% കൂടി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ടീച്ചേഴ്സിൻ്റെ തന്നെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവരുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ചന്ദ്രാപിനി സ്കൂളിൽ ഉണ്ടായിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനും സാധിച്ചു. ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട എന്ന റെപ്യൂട്ടഡ് കോളേജിൽ തന്നെ ഒരു നല്ലൊരു അഡ്മിഷനോടുകൂടി BCom വിത്ത് CMA എന്ന കോഴ്സോടുകൂടി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചന്ദ്രാപിനി സ്കൂളിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള കാരണം. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളും നല്ല അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഹായ്, ഞാൻ വിഷ്ണു പ്രേമേന്ദ്രൻ. ഞാൻ മ്യൂസീഷ്യനാണ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. പഠനകാലത്ത് തന്നെ മ്യൂസിക്കിനോടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ടുവിന് ശേഷം ഞാൻ ചെന്നൈ മ്യൂസിക് ലോഞ്ചിൽ എൻ്റെ ഓഡിയോ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പുതിയ വരാൻ പോണ വിദ്യാർത്ഥികൾ എന്തായാലും ക്ലാസ്സിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറി എല്ലാം ശരിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വിശ്വാസം നേരുന്നു. താങ്ക് യു. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം
പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം ഗ്രീഷ്മം ചുടുവെയിലാടി കൊതിപ്പെടുത്തും ലവ കനൽ ചുരത്തും സംഗീതം പൂക്കും ഇലവ് മരം ചോക്കും മനസ്സ് മതഗന്ധം വിതച്ചരച്ചു മാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോടെ ലയമേ സമഭാവം ശുഭഗീതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ നല്ലൊരു അനുഭവമായിരുന്നു ഫ്രഷേഴ്സ് ഡേ. എന്നാൽ ഇപ്പോഴത്തെ +1 സ്റ്റുഡൻസിന് CHSന്റെ ഫ്രഷേഴ്സ് ഡേയുടെ മനോഹാരിത പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാതെയായി. പക്ഷേ നമുക്കറിയാം, ലോകം മൊത്തം കോവിഡ് ആണ്. ഞാൻ CHS വോളിബോൾ ടീം അംഗമാണ്. പഠനത്തിലും അതോടൊപ്പം തന്നെ സ്പോർട്സിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന വിദ്യാലയമാണ് CHSS. ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഒരു കുട്ടിയെ സ്പോർട്സ് ടീമിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കോച്ച് ഷിജിൽ സാർ മനസ്സിലാക്കുന്നു. കായിക പരിശീലനം നൽകുന്നതിനോടൊപ്പം തന്നെ പഠനത്തിൽ പുറകിലേക്ക് പോകാതിരിക്കാൻ സ്പോർട്സ് ടീമിലെ കുട്ടികൾക്ക് അധ്യാപകർ സ്പെഷ്യൽ ക്ലാസ് എടുത്തു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ പേരൻസും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ CHS വോളിബോൾ ടീമിൽ കളിക്കാൻ തുടങ്ങിയത് മുതൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഷിജിൽ സാറിൻ്റെ കീഴിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ജില്ലക്കകത്തു പുറത്തുമായി ഒരുപാട് ടൂർണമെൻറ്റുകൾ കളിക്കാൻ അവസരം കിട്ടി. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ അണ്ടർ-17 സ്റ്റേറ്റ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വോളിബോൾ പരിശീലനത്തിനോടൊപ്പം തന്നെ യോഗ പരിശീലനവും ഉണ്ടായിരുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അത് വളരെയധികം ഗുണം ചെയ്തു. കായിക പരിശീലനത്തിന് ബോയ്സിനും ഗേൾസിനും തുല്യ പരിഗണനയാണ് ഉണ്ടായിരുന്നത്. മറ്റ് സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ ഗേൾസിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. CHSS ഓരോ വർഷവും നല്ല അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരുപാട് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നുണ്ട്. ഈ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആവാൻ കഴിഞ്ഞതിലും കായിക മേഖലയിൽ നല്ല അവസരം ലഭിച്ചതിലും ഞാൻ സന്തോഷിക്കുന്നു. താങ്ക് യു. ഇളയ നില പൊഴികരുത് இதயம் வரை நனைகின்றதே உல போகுமேங்கும் கனகாயுமே விழக்காலுமே வனமே இளைய நிலா பொழிகிறது இதயம் வரை நனைகின்றதே உல போகுமேங்கும் கனகாயுமே விழக்காலுமே வனமே இளைய நிலா பொழிகிறது
இதயம் வரை நனகின்றதே. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான். என்னானதோ என்னானதோ சொல். மௌனமா மௌனமே வேதமா மலர்கள் பேசுவார் பேசினாலோயுமாண்டே மலரே. மௌனமா மௌனமே வேதமா. நிலவேவா சொல்லாமே வா என்னாலும் பொன்வானம் என்னையே தான் பிரிந்தாலும் நிலவாலே அது தானே நிலவேவா சொல்லாமே வா நிலவேவா சொல்லாமே வா. സുന്ദരി കണ്ണാലൊരു സേത് சொல்லடி എന്നാൽ നല്ല തേത്. என்னையே தந்தேன் உனக்காகே ஜென்மமே கொண்டேன் அதுக்காகே. நானுனே நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேந்தரி நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேது சொல்லடி என்னால் நல்ல தேது. என்னையே தந்தேன் உனக்காகே ஜென்மமே கொண்டேன் அதுக்காகே. நவமேகமே குளிர் கொண்டு ஒரு செங்குருவி பூவில் மிருது சும்பனங்கள் நல்கா. താരപദം ചീതോഹരം പ്രേമാമൃതം പെയ്യും. மண்ணில் எந்த காதலென்று யாரு வாழ்ந்தால் கூடுமோ என்னம் கண்ணை பாவை என்றே சொரந்தான் பாடுமோ. பெண்ணே என்ற மண்ணில் இன்பம் ஏதுடா கண்ணை மூடி கனவில் வாழுமானிடா. மண்ணில் எந்த காதலென்று யாரு வாழ்ந்தால் கூடுமோ என்னும் கண்ணி பாவை என்று சொரந்தான் பாடுமோ. பெண்ணை என்ற மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழுமானிடா. மண்ணில் எந்த காதலென்று யாரு வாழ்ந்தால் கூடுமோ
തെന്നൽ കണ്ണീര് ശരണായി പാടുന്നു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റിസാന. നമ്മുടെ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പാസ്സായ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. എനിക്ക് 97% മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് BCom ടാക്സേഷൻ്റെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവാനാണ് നിങ്ങളെ പാരൻസും ടീച്ചേഴ്സും കൂടെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ നന്നായി പഠിപ്പിക്കുന്ന നല്ല ടീച്ചേഴ്സാണ്. സ്റ്റഡീസിൽ മാത്രമല്ല മറ്റെല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ നമ്മളെ കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ മാറി സ്കൂളിലേക്ക് വന്ന് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Now watch. നാക്കിലെ പപ്പെനിക്കുതരിൻ തുകില തുടയെനിക്കുതരിൻ കൈതോല ബാലെനിക്കുതരിൻ തിരി ചേലെനിക്കുതരിൻ പുതരി അംഗമെനിക്കുതരിൻ Music please. Drunk, I'm a Nirukali drunk. Now an alkali drunk. I'm a Netukali. Adichu poosu Malayali. Rajini pola mask. If I'm drunk, they beat dance. Simple moves தெரியாது. Only nod and moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കളമിട്ടു. കവലയിൽ ഞാൻ ആള് കളിച്ചു നോക്കി. ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി. ഞാനും വിളിച്ചു dance. Like it don't catch a fun. And the snow say I feel like the energy beat is a വെടിച്ചു കൊട്ടുപാട്ട് കെട്ടുപെട്ടു Hennessy. Tripping on tubo, riding with the thing, chilling with the jungle. In a shop, calling curry on the house, vibing with the nut bomb, tripping on a good bottle. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് നന്ദന സുധീഷ്. നമ്മുടെ സ്കൂളിലെ 2018-20 കൊമേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ഞാൻ. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ സജിത് സാർ ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടേറ്റീവാണ്. നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കഴിവുകളെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് തിരുവാതിരയിൽ പങ്കെടുക്കുവാനും സ്റ്റേറ്റ് തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുവാനും സാധിച്ചിട്ടുണ്ട്. തിരുവാതിര മാത്രമല്ല, മറ്റു പല ഇനങ്ങളും സ്റ്റേറ്റിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലാ തലം യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മുടെ സ്കൂളായിരുന്നു ചാമ്പ്യന്മാർ. ആ വിജയം നമ്മൾ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. നമ്മുടെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മിസ്സായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ടീച്ചർമാർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് 99% മാർക്കോടുകൂടി പാസ് ഔട്ട് ആവാൻ സാധിച്ചു. എൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ക്രൈസ്റ്റ് കോളേജിൽ BCom+CMA ചെയ്യാനും സാധിക്കുന്നു.
എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വളരെ നല്ലൊരു വിജയ ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Art is something that makes you breathe with a different kind of happiness. Arts are the creations that we do with our hands, actions, and voice that immediately excites a feeling of pleasure and beauty in those who see them or listen to them. Even in this situation, our dear friends found their own time to show their creativity. Now, let's enjoy beautiful art by our dears. താനാ ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് ഇങ്ങ് വരാൻ പറ. ഇവിടെ ഉണ്ട് സർ. അവന്റെ കൂടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണ്ടോ അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. വെറൈറ്റി ഐറ്റം പിടിച്ചാലോ?
ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. അന്നെൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിത്രയിൽ ഉണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. Hello everyone, it's actually an honor for me to express my gratitude for being part of our Freshers Day programs. This day takes me back to the time when we were freshers an year ago, and I remember how we all used to be excited and nervous to be in the new place. But time has changed and I'm so happy to have such good juniors. On this day, I would like to thank our respected principal, teachers, non-teaching staff and mostly my dear batchmates for taking their time to make this day happen. It was wonderful amidst of all the limitations we had. I hope we'll all get to meet soon in person. Coming 2 years are going to be the most amazing years of your life, and I'm so glad that you chose the right place to be in. You're going to make new amazing friends, meet good teachers, make lots of memories, and I wish every good things for you guys. Once again, I thank each and everyone who took part in this event, making it even more splendid. Thank you. നമുക്കേവർക്കും വളരെ സന്തോഷം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ ഭാഗികമായി നാളെ തുറക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോവിഡ് വൈറസ് 2020 ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും അവരുടെ മനസ്സിലൊക്കെ മരവിപ്പിച്ച ഒരു വർഷമായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഏറെ പ്രതീക്ഷയോടെ മാസ്ക് ധരിക്കാതെ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ പഴയകാല ക്ലാസ് മുറികളിൽ ചിരിയോടും കളിയുമൊക്കെ വീണ്ടും ഒരു വർഷം വരുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി.